കഥ ആരംഭിക്കുന്നത് കാലിഫോർണിയയിൽ ജീവിക്കുന്ന റിച്ചാർഡ് എന്ന മനുഷ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റിച്ചാർഡിന്റെ 7 കുടുംബമായിരുന്നു. തന്റെ സ്വന്തം ചോരയിൽ പിറന്ന 2 മക്കളും സ്റ്റെപ്പ് ഡോട്ടേഴ്സായി 3 പേരും റിച്ചാർഡിനുണ്ടായിരുന്നു. റിച്ചാർഡ് മുമ്പ് ഒരു അത്ലറ്റ് ആയിരുന്നു. റിച്ചാർഡിന് തന്റെ മക്കളായ വീനസും സെറീനയും ടെന്നീസ് പ്ലെയർ ആവണം എന്നൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പല അക്കാഡമീസിലും പോയി അവിടുത്തെ കോച്ചുമാരെയൊക്കെ കണ്ട് തന്റെ മക്കളെ അങ്ങോട്ടേക്കൊന്ന് റിക്രൂട്ട് ചെയ്യാമോ എന്നൊക്കെ റിച്ചാർഡ് ഒരുപാട് സംസാരിച്ചും പറഞ്ഞും ശ്രമിച്ചുമൊക്കെ നോക്കിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല. എല്ലായിടത്തും റിജക്ഷൻ മാത്രമായിരുന്നു കിട്ടിയത്. പക്ഷേ റിച്ചാർഡ് അങ്ങനെ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പാർക്കിൽ കൊണ്ടുപോയി തന്റെ മക്കൾക്ക് ടെന്നീസ് പ്രാക്ടീസ് അയാൾ കൊടുത്തു. അന്ന് പക്ഷേ പാർക്കിൽ അവര് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന ബുള്ളികളുടെ ഒരു സംഘം അവരെ വല്ലാതെ കളിയാക്കിയും മറ്റും സംസാരിക്കുന്നുണ്ട്. റിച്ചാർഡ് മക്കളോട് വണ്ടിയിൽ പോയിരിക്കാൻ പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യാൻ ചെന്നു. പക്ഷേ ആ സംസാരം കനത്തപ്പോൾ ആ ബുള്ളികൾ റിച്ചാർഡിനെ മർദ്ദിക്കുക പോലും ഉണ്ടായി. എന്തായാലും അന്നത്തെ ആ സംഭവമൊക്കെ കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലെത്തി. വീട്ടിൽ റിച്ചാർഡിന്റെ ഭാര്യ റാൻഡി അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവരുടേത് ചെറിയൊരു വീടാണ്. അത്രയധികം മെമ്പേഴ്സും. റിച്ചാർഡ് രാത്രിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുന്നുണ്ട്. അതിനായി അവൻ പുറപ്പെടാനിറങ്ങി. റാൻഡിയാണെങ്കിൽ പുലർച്ചെ നഴ്സായി ഒരു ആശുപത്രിയിൽ ജോലി നോക്കുകയാണ്. അത് കഴിഞ്ഞാണ് അവൾ വീട്ടിലെത്തുന്നത്. രണ്ടുപേരും ഇതുപോലെ 2 സമയത്ത് ജോലി ചെയ്തിട്ടൊക്കെയായിരുന്നു വീട്ടു ചെലവുകളൊക്കെ മാനേജ് ചെയ്തിരുന്നത്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും റിച്ചാർഡും ബ്രാൻഡിയും ഏറെ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം റിച്ചാർഡ് ഒരു കോച്ചിനടുക്കലെത്തി മക്കളെ ടെന്നീസ് കോച്ചിങ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റിയും അക്കാഡമിയിലേക്ക് എടുക്കുന്ന കാര്യവുമൊക്കെ സംസാരിച്ചു. പക്ഷെ പതിവ് പോലെ അയാൾ റിച്ചാർഡിനെ റിജക്ട് ചെയ്തു. കൂട്ടത്തിൽ കോച്ചിങ് ഫീ ഒന്നും നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ഉണ്ടായി. തന്റെ മക്കൾക്ക് എങ്ങനെയെങ്കിലും നല്ല കോച്ചിനെ കണ്ടെത്താൻ റിച്ചാർഡ് ശ്രമിക്കുന്നേയുണ്ടായിരുന്നു. അതിനുവേണ്ടി അവരുടെ കളിയുടെ വീഡിയോ ടേപ്പ് അടക്കം അയാൾ ചിത്രീകരിച്ചെടുത്തു. അവരുടെ സ്കില്ല് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. എന്നിട്ടും ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് സ്റ്റേഡിയത്തിൽ പോയ റിച്ചാർഡ് തന്റെ മക്കളുടെയും തന്റെയും അവസ്ഥയാലോചിച്ച് കോച്ച് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വേദനിച്ച് നിൽക്കാൻ തുടങ്ങി. ആ സമയമാണ് അങ്ങോട്ടേക്ക് പാർക്കിൽ വെച്ചെന്ന് കുട്ടികളെ കളിയാക്കിയ റിച്ചാർഡിനെ തല്ലിയ ബുള്ളീസ് എത്തുന്നത്. അന്നും അവർ റിച്ചാർഡിനെ വളഞ്ഞിട്ട് തല്ലി. അങ്ങനെയിരിക്കെ ഒരു ദിവസം റിച്ചാർഡ് മക്കളെയും കൂട്ടി ഒരു കോച്ചിനെ കാണാൻ പുറപ്പെട്ടു. കോച്ച് കോഹൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാളപ്പോൾ ഒരു പ്രാക്ടീസിലായിരുന്നു. ജോണെന്നും പീറ്റെന്നും പേരുള്ള പ്രഗത്ഭരായ കളിക്കാരായിരുന്നു അയാൾക്കൊപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അവർ എത്തിയതിൽ അയാൾക്ക് അത്ര സന്തോഷമൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് ആ കുട്ടികളെ അവർ തമ്മിലുള്ള പ്രാക്ടീസും കളി കാണാനും ഒക്കെ അയാൾ അനുവദിച്ചു. അധികം വൈകാതെ പെൺകുട്ടികൾക്കും അവിടെ കളിക്കുവാൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരവസരം ലഭിച്ചു. ഈ സമയം അവരുടെ കളി കോച്ച് നോക്കിക്കണ്ടിരുന്നു. അവരുടെ സ്കില്ലുകളിൽ അയാളേറെ ഇംപ്രസ്ഡ് ആയി. പിന്നാലെ കോഹൻ റിച്ചാർഡുമായി സംസാരിച്ചു. ഞങ്ങളൊക്കെ പ്രൊഫഷണൽ കോച്ചുകളാണ്. കോച്ചിങ് വളരെയധികം എക്സ്പെൻസീവായ കാര്യമാണ്. റിച്ചാർഡ് അപ്പോഴും നിരാശനായിരുന്നു. പക്ഷേ കോച്ച് കോഹൻ പറഞ്ഞു, അവരിൽ ഒരാളെ ഞാൻ ഫ്രീ ആയി പഠിപ്പിക്കാം. 2 പേരെയും ഒന്നിച്ച് ഫ്രീ ആയി പഠിപ്പിക്കൽ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. കോഹൻ കോച്ചിങ്ങിനായി തിരഞ്ഞെടുത്തത് റിച്ചാർഡിന്റെ വീനസ് എന്ന മകളെയായിരുന്നു. എന്തായാലും അടുത്ത ദിവസം റിച്ചാർഡ് വീനസിനെയും കൂട്ടി കോച്ചിങ്ങിന് പുറപ്പെടാനിറങ്ങി. തന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന സഹോദരിക്ക് അവൾക്ക് അവസരം കിട്ടാത്തതിൽ വിഷമം കാണും എന്ന് വീനസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ ചേർത്തു പിടിച്ച് സമാധാനിപ്പിച്ചിട്ടായിരുന്നു വീനസ് എന്ന് അവിടെ നിന്ന് പോകുന്നത്. സഹോദരിയായ സെറീനയോട് ഇറങ്ങുമ്പോൾ അവൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അവിടെ നടക്കുന്ന കോച്ചിങ് അച്ഛൻ വീഡിയോ ടേപ്പായി ഷൂട്ട് ചെയ്യും. അത് കണ്ട് നിനക്കുമൊക്കെ പഠിക്കാൻ സാധിക്കും. റിച്ചാർഡ് അത് തന്നെ ചെയ്തു. വീനസിന്റെ കളിയുടെ കാര്യങ്ങളും കോച്ചിങ്ങുമെല്ലാം അവൻ വീഡിയോ ടേപ്പിൽ ഷൂട്ട് ചെയ്തു. തന്റെ ഭാര്യ ബ്രാൻഡിക്ക് കൈമാറി. ബ്രാൻഡി മകൾ സെറീനയെ ആ കോച്ചിങ് ടേപ്പൊക്കെ കണ്ട് തന്റേതായ രീതിയിൽ ടെന്നീസിന്റെ ഒരു പശ്ചാത്തലവും ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കോച്ച് ചെയ്തു. തന്റെ മകൾ ഭാവിയിൽ രക്ഷപ്പെടണം എന്നൊരു വാശി മാത്രമേ ആ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം റിച്ചാർഡും കോഹനും വീനസും ഒരു ടെന്നീസ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോഹൻ അത് പറഞ്ഞത്. വീനസ് വരാനിരിക്കുന്ന ജൂനിയർ ടൂർണമെന്റുകളിൽ പങ്കെടുക്കണമെന്ന്. റിച്ചാർഡ് എക്സൈറ്റഡ് ആയി. ടൂർണമെന്റിൽ മകളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായി പുറപ്പെട്ടു. തന്റെ മകൾ അതുപോലെ മത്സരിക്കണമെന്നും അത് തങ്ങൾക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുക്കുമെന്നും മകൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടും എന്നും റിച്ചാർഡ് അതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. വീനസ് തന്റെ കഴിവ് തെളിയിക്കുക തന്നെ ചെയ്തു. ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാതെ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി അവൾ മാറി. റിച്ചാർഡ് അപ്പോഴും മക്കൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു, എന്തു വലിയ വിജയം വന്നാലും എപ്പോഴും ഹംബിളായിട്ടിരിക്കണം, വിനയത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരു ദിവസം റിച്ചാർഡ് വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം റിച്ചാർഡിന്റെ വീട്ടിലെത്തിയിരിക്കുന്നതായിരുന്നു. കാര്യമെന്തെന്ന് തിരക്കിയ
റിച്ചാർഡ് ഞെട്ടിപ്പോയി. റിച്ചാർഡ് കുട്ടികളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്നു, അതായത് മെന്റലി ഉപദ്രവിക്കുന്നു എന്നതാണ് ആരോപണം. കുട്ടികൾ നിരന്തരം ടെന്നീസ് പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി റൊട്ടീൻസ് ഫോളോ ചെയ്യണം എന്ന് റിച്ചാർഡ് ആവശ്യപ്പെടുന്നത്രേ. അത് കേട്ടതും റിച്ചാർഡ് വല്ലാതെ ദേഷ്യത്തിലായി. ഫ്രസ്ട്രേറ്റഡ് ആയി അയാൾ പറഞ്ഞു, ഒരിക്കൽ പോലും ഞാൻ ഒരു കാര്യവും എന്റെ മക്കളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്കിഷ്ടമുള്ളത് ചെയ്യാനേ ഞാനാകെ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മക്കൾ എന്തെങ്കിലും അവരുടെ സ്വപ്നത്തിലെത്താൻ അവരെ സഹായിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ മക്കൾക്ക് എഞ്ചിനീയർ ആവാനോ ഡോക്ടർ ആവാനോ അതല്ല ഇനി ടെന്നീസ് പ്ലേയേഴ്സ് ആവാനാണോ ഇഷ്ടം, അതിനുവേണ്ടി എന്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിക്കാനും ഞാൻ തയ്യാറാണ്. അവരുടെ സ്വപ്നങ്ങൾക്ക് മാത്രമാണ് എന്റെ ജീവിതത്തിൽ പ്രസക്തിയുള്ളത്. ആരോപണങ്ങളൊന്നും ശരിയല്ല, റിച്ചാർഡിനെതിരെ ഒരു നടപടിയും എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ അങ്ങനെ അവിടെ നിന്നൊന്നും മടങ്ങിപ്പോവുകയാണ്. ഇതേസമയം മറുവശത്ത് വീനസിന്റെ മാച്ചുകളും തുടരുന്നുണ്ടായിരുന്നു. അന്നൊരു ദിവസം വീനസിന്റെ മാച്ച് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവളുടെ കളി കാണിക്കാൻ മുഴുവൻ ഫാമിലിയെയും കൊണ്ടുപോകാൻ റിച്ചാർഡ് തീരുമാനിച്ചു. അങ്ങനെ അവർ അവിടെ എത്തി. പക്ഷെ അന്ന് റിച്ചാർഡ് അറിയാണ്ട് സെറീന ഒരു കാര്യം ചെയ്തു. അവളും ആ മത്സരത്തിൽ ജോയിൻ ചെയ്യുകയാണ്. റിച്ചാർഡും കുടുംബവും വീനസിന്റെ കളി കണ്ടുകൊണ്ടിരിക്കെ റിച്ചാർഡിനടുത്തേക്ക് ഒരാൾ നടന്നു വന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ മകൾ സെറീന എന്ത് ഗംഭീരമായിട്ടാണ് കളിക്കുന്നത്, അവളതാ അപ്പുറത്തെ ടെന്നീസ് കോർട്ടിൽ കളിക്കുന്നുണ്ട്. റിച്ചാർഡ് അത്ഭുതത്തോടെയായിരുന്നു അത് കേട്ടത്. റിച്ചാർഡും ബ്രാൻഡിയും അങ്ങോട്ടേക്ക് ചെന്നു. തന്റെ മകൾ സെറീന മികച്ച രീതിയിൽ കളിക്കുന്നത് അവർ നോക്കിക്കണ്ടു. റിച്ചാർഡും ബ്രാൻഡിയും നിൽക്കുന്നത് സെറീന കണ്ടിരുന്നു. തന്നെ അച്ഛൻ ചീത്ത പറയുമോ എന്ന് ഭയന്നായിരുന്നു സെറീന അച്ഛന്റെ അടുത്തേക്ക് ചെന്നത്. പക്ഷേ അദ്ദേഹം അവളുടെ കോൺഫിഡൻസിനെ ഇടിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. നിന്റെ കളി മികച്ചതായിട്ടുണ്ടെന്നും നിന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്നത്തെ ടൂർണമെന്റ് നടന്നപ്പോ റിച്ചാർഡിന്റെ മക്കൾ നഗരത്തിലെ സംസാര വിഷയം തന്നെയായി മാറി. ഫസ്റ്റ് വിജയിച്ചത് വീനസും രണ്ടാമത്തെ വിജയായി മാറിയത്, അതായത് സെക്കൻഡ് നേടിയത് സെറീനയുമായിരുന്നു. അങ്ങനെ അവരുടെ കുടുംബം പേരെടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ മികച്ച അവസരങ്ങളും അവരുടെ മുമ്പിലേക്ക് വന്നെത്താൻ ആരംഭിച്ചു. റിച്ചാർഡിന്റെ മക്കൾ ഫേമസ് ആവാൻ ആരംഭിച്ചിരുന്നു. മറ്റു കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവാൻ പലയിടങ്ങളിലേക്കും അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ഹൈ പ്രൊഫൈൽ ഏജൻസുമായി കോച്ച് കോഹൻ റിച്ചാർഡിനെ കാണാനെത്തി. മക്കളെ പ്രോ ആയി ടേൺ ചെയ്യിപ്പിക്കാൻ ഏജന്റ് സഹായിക്കും, പണമുണ്ടാക്കാൻ സഹായിക്കും എന്നൊക്കെയുള്ള ഓഫറുകൾ വന്നെങ്കിലും തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ടെന്ന് റിച്ചാർഡ് തീരുമാനിച്ചിരുന്നു. തന്റെ മക്കളെ വെച്ച് അവർ അഡ്വാൻറ്റേജ് എടുക്കും എന്ന് റിച്ചാർഡ് ഭയപ്പെട്ടിരുന്നു. കോഹൻ, നിങ്ങളുടെ മക്കളെ പ്രോ ആക്കാനുള്ള അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രഷർ ചെലുത്താൻ തുടങ്ങിയപ്പോൾ റിച്ചാർഡ് കോഹനെ മക്കളുടെ കോച്ചിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. തന്റെ തീരുമാനത്തിൽ റിച്ചാർഡ് ഉറച്ചു നിന്നിരുന്നു. തന്റെ മക്കൾക്ക് കോച്ചിങ് മാത്രമല്ല മറിച്ച് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും കിട്ടുന്ന തരത്തിൽ ഒരു കോച്ചിനെ നോക്കാൻ റിച്ചാർഡ് ആരംഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ പെൺകുട്ടികളെ പറ്റി പറഞ്ഞു കേട്ട് പ്രശസ്തനായ കോച്ച് റിക് മാക്കി കാലിഫോർണിയയിലേക്ക് ട്രാവൽ ചെയ്തെത്തുന്നത്. അവരുടെ കളി കണ്ട് അദ്ദേഹം ഇംപ്രസ്ഡ് ആയിരുന്നു. അദ്ദേഹം റിച്ചാർഡിന് മുമ്പിൽ ഒരു ഓഫർ വെച്ചു. കുടുംബസമേതം അവർ ഫ്ലോറിഡയിലേക്ക് തന്റെ ഫെസിലിറ്റിയിലേക്ക് മാറണം. അവിടെ അവർക്കൊക്കെ ഉള്ള സൗകര്യമുണ്ടാകും. മക്കളെ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. തന്റെ ഒപ്പം ഫ്ലോറിഡയിലേക്ക് മാറിയ റിച്ചാർഡിന് നല്ലൊരു ജോലിയും താൻ അവിടെ ശരിയാക്കാം എന്നും കോച്ച് വാഗ്ദാനം ചെയ്തു. റിച്ചാർഡ് ആകെ ഒരു കണ്ടീഷനായിരുന്നു കോച്ചിന്റെ മുമ്പിലേക്ക് വെച്ചത്. എല്ലാം ശരി തന്നെ, പ്രാക്ടീസിങ്ങും ഒക്കെ നടത്തിക്കോളൂ, പക്ഷേ എന്റെ മക്കളെ ഏതെങ്കിലും ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അനുവാദത്തോടെയായിരിക്കണം. ഞാൻ അനുവാദം നൽകിയാലേ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാവൂ. അത് കേട്ട് കോച്ച് ഒന്ന് വല്ലാത്ത ഭാവത്തിൽ റിച്ചാർഡിനെ നോക്കിയിരുന്നു. കുട്ടികൾ ടൂർണമെന്റിലൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ കഴിവുകൾ വേസ്റ്റ് ആവും എന്ന മട്ടിലൊരു അഭിപ്രായം അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവരെ പലതരം ടൂർണമെന്റിലേക്ക് എത്തിക്കാനും അതുവഴി അവർക്ക് പരിചയ സമ്പത്തും എക്സ്പോഷറും കൂടുതൽ കിട്ടി അവർ വളരുകയും ചെയ്യുമല്ലോ എന്നൊക്കെയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ സംസാരം കുറച്ച് നീണ്ടുപോയെങ്കിലും ഒടുവിൽ ഫ്ലോറിഡയ്ക്ക് പോവാൻ റിച്ചാർഡും കുടുംബവും സമ്മതിച്ചു. അങ്ങനെ റിച്ചാർഡും കുടുംബവും ഫ്ലോറിഡയിലേക്ക് എത്തി. അവിടെ റിച്ചാർഡിന് പുതിയൊരു വഴി തുറന്നു കിട്ടുകയും ചെയ്തു. റിച്ചാർഡ് മക്കളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ജൂനിയർ ടൂർണമെന്റുകളിലൊന്നും പങ്കെടുക്കുന്നില്ല. സാധാരണ പെൺകുട്ടികളെ പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, ടെന്നീസ് പഠിക്കും, ഒപ്പം സ്കൂളിൽ പോയി സ്കൂൾ വിദ്യാഭ്യാസവും നല്ല രീതിയിൽ നേടും. അതാണിപ്പോൾ നടക്കുക. കോച്ച് റിക്കിനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ഈ റിച്ചാർഡ് ഇതെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പലപ്പോഴും അയാൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ നാളുകൾ കടന്നുപോയി. നാളുകളായി റിച്ചാർഡിന്റെ രണ്ടു മക്കളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയും ട്രെയിനിങ്ങിൽ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവർ ടൂർണമെന്റുകളിലേക്ക് എത്തിക്കപ്പെട്ടില്ല. 3 കൊല്ലത്തോളം കടന്നുപോയി. ഇതിനിടയിൽ റിക്കിനും റിച്ചാർഡിനുമെതിരെ മീഡിയയുടെയും മറ്റും നിരവധി ചോദ്യശരങ്ങളും ഉയർന്നു. ഈ കുട്ടികളെ എന്താണ് ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാത്തത്, റിക്കിന്റെയും റിച്ചാർഡിന്റെയും പദ്ധതികൾ എന്താണ് എന്ന മട്ടിലൊക്കെ ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീനസ് കോച്ച് റിക്കിനടുത്ത് ചെന്ന് സംസാരിച്ചു. തനിക്കിങ്ങനെ തുടർന്നാൽ പോരാ, എനിക്കൊരു പ്രൊഫഷണൽ പ്ലെയറായി മാറണം. അതിനുവേണ്ടി ഓക്ലാൻഡിൽ വെച്ച്
നടക്കുന്ന ടൂർണമെന്റിൽ എനിക്ക് പങ്കെടുക്കണം. റിക്ക് പിന്നാലെ നേരെ റിച്ചാർഡിന് അടുത്തു ചെന്നു. ഈ കാര്യങ്ങളും ടൂർണമെന്റിനെ പറ്റിയുള്ള വിവരങ്ങളും അവതരിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ റിച്ചാർഡ് വിസമ്മതിച്ചെങ്കിലും പിന്നീടും റിക്ക് ഒരുപാട് പറഞ്ഞപ്പോൾ റിച്ചാർഡ് അതിനെ സമ്മതിക്കുകയാണ്. പക്ഷേ അന്ന് റിച്ചാർഡ് TV കണ്ടപ്പോൾ അതിലൊരു വാർത്ത കണ്ടു. അതും ഒരു ടെന്നീസ് പ്ലെയറിന്റെ വാർത്തയായിരുന്നു. പണ്ട് റിക്കിന്റെ ശിഷ്യയായിരുന്ന ജെനിഫർ എന്ന പെൺകുട്ടിയുടെ വാർത്ത. ആ വാർത്ത കണ്ടതും റിച്ചാർഡിൽ വീണ്ടും ഭയമുണരുന്നുണ്ട്. ജെനിഫർ വളരെ ഫേമസ് ആയ ഒരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു. പക്ഷെ പിന്നീട് അവളുടെ ജീവിതം തലകീഴായി മറിഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗവും മറ്റുമായി അവൾ ജയിലിൽ അടയ്ക്കപ്പെടുകയും അവളുടെ കരിയർ തന്നെ ഇല്ലാതാവുകയും ചെയ്തു. അതുപോലെ തന്റെ മകൾക്കും സംഭവിക്കുമോ എന്ന് റിച്ചാർഡ് ഭയപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭയന്ന് റിച്ചാർഡ് ടൂർണമെന്റിലേക്ക് മക്കളെ വിടണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ അടുത്ത ദിവസം പ്രാക്ടീസിന് റിച്ചാർഡിന്റെ മക്കൾ എത്തിയതേയില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ റിച്ചാർഡിന്റെ അടുത്തെത്തി. അവർക്ക് വൈകാതെ ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് അവർ കൂടുതൽ പരിശീലിക്കണം എന്നൊക്കെ റിക്ക് പറഞ്ഞപ്പോ റിച്ചാർഡ് പറഞ്ഞു, അങ്ങനെ എല്ലാ തരത്തിലും വയ്യാതായി എന്റെ മക്കൾ ഒരു ടൂർണമെന്റിലും പങ്കെടുക്കുന്നില്ല. അവർ സാധാരണ കുട്ടികളെ പോലെ, ഈ പ്രായത്തിലെ കുട്ടികളെ പോലെ സ്കൂളിൽ പോകും, പഠിക്കും, പ്രാക്ടീസ് ചെയ്യും. തൽക്കാലം മാത്രം മതി. ഇപ്പോഴേ അവർ റിക്ക് പറയുന്ന രീതിയിലേക്ക് പോയാൽ അവരും ജെനിഫറെ പോലായി മാറും. ഒടുവിൽ മടുത്ത് മയക്കുമരുന്നിൽ അവർ അഭയം തേടും. വീനസ് ജെനിഫറെ പോലല്ലെന്നും ഒരു സ്ട്രോങ് ഗേളാണ് എന്നുമൊക്കെ റിക്ക് റിച്ചാർഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ റിച്ചാർഡിനൊന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ആ ടൂർണമെന്റ് അവൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ റിക്ക് പറഞ്ഞെങ്കിലും റിച്ചാർഡ് ചെവി കൊടുത്തില്ല. അങ്ങനെ റിക്ക് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോയി. റിച്ചാർഡ് വീട്ടിലേക്ക് കയറി. വീടിനകത്ത് റിച്ചാർഡിന്റെ ഭാര്യ അത്ര സന്തോഷവതിയായി കാണപ്പെട്ടിരുന്നില്ല. ബ്രാൻഡി എന്ന റിച്ചാർഡിനോട് പറഞ്ഞു, മക്കൾക്ക് വേണ്ടി അങ്ങനെ എല്ലാ ഡിസിഷൻസും നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് വീനസിന്റെ കൂടി ജീവിതമാണ്. അതുകൊണ്ട് അവളും ഇതിൽ അഭിപ്രായം പറയണം. അവരോടൊരു വാക്ക് പോലും ചോദിക്കാതെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നത് തീരെ ശരിയല്ല. ബ്രാൻഡിയും തറപ്പിച്ചു പറഞ്ഞു. എന്തായാലും റിച്ചാർഡിന്റെ മക്കളെ ടൂർണമെന്റിന് വിടുന്നില്ല എന്ന ഡിസിഷൻ ബ്രാൻഡിയും റിക്കും വീനസുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിരുന്നു. ബ്രാൻഡി എന്ന് റിച്ചാർഡിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളും കടുംപിടുത്തങ്ങളും ഒക്കെ ഇങ്ങനെ തുടർന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഭാവിയിൽ നിങ്ങളോട് വലിയ വെറുപ്പായി മാറും. നിങ്ങൾ തന്നെ ആലോചിക്കണം. ബ്രാൻഡിയുടെ ആ വാക്കുകൾ റിച്ചാർഡിന്റെ കണ്ണു തുറപ്പിക്കാൻ ഒരു കാരണമായിരുന്നു. താൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ടോ എന്ന കാര്യം പുനർപരിശോധിക്കാൻ റിച്ചാർഡ് തീരുമാനിച്ചു. തന്റെ മക്കളുടെ മേൽ താൻ കുറച്ചധികം ഓവർ പ്രൊട്ടക്റ്റീവാണ് എന്ന കാര്യവും റിച്ചാർഡ് തിരിച്ചറിയുകയാണ്. അന്ന് സന്ധ്യയോടെ വീനസ് തനിച്ച് പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് റിച്ചാർഡ് കടന്നു ചെന്നു. വീനസിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. താൻ എന്തുകൊണ്ടാണ് ഇത്രനാളും അവരെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത് നിലകൊണ്ടത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. തന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകളും സമ്മതിച്ച അച്ഛൻ മക്കളോട് തന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. ഒടുവിൽ വരാനിരിക്കുന്ന വെസ്റ്റ് ക്ലാസിക് ഇൻ ഓക്ലാൻഡ് എന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തന്റെ മകൾക്ക് അനുവാദം നൽകി. അങ്ങനെ മത്സരത്തിന് അവളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് നെയ്ക്കി ബ്രാൻഡിന്റെ ഒരു ഏജന്റ് അവരെ കാണാൻ എത്തുന്നത്. വീനസിനായി വളരെ വലിയൊരു സ്പോൺസർഷിപ്പ് വന്ന ആ എക്സിക്യൂട്ടീവ് ഓഫർ ചെയ്തു. $3 മില്യൺ ആയിരുന്നു ഓഫർ. കോച്ച് റിക്ക് ഇത് മികച്ച ഓഫറാണെന്നും അക്സെപ്റ്റ് ചെയ്യാനും അവരോടൊക്കെയായി പറഞ്ഞു. പക്ഷെ റിച്ചാർഡിന്റെ ഫാമിലിയും ഒന്നിച്ച് അത് വേണ്ടെന്ന് വെച്ചു. അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, അവൾ കളിക്കുന്നതിന് മുമ്പേ വന്ന ഓഫറാണിത്. ഒരുപക്ഷെ അവൾ കളിച്ചു തുടങ്ങുമ്പോൾ അവളുടെ കഴിവ് കണ്ടിട്ട് വരിക ഇതിലും വലിയ ഓഫേഴ്സ് ആയിരിക്കും. റിച്ചാർഡ് മകൾ വീനസിനോട് പറഞ്ഞു, നിന്റെ പഴയ പ്രശസ്തിയും ടൂർണമെന്റ് വിജയവും ഒക്കെ കണ്ടാണ് ഇവർ ഈ ഓഫറുമായി വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നിന്റെ പുതിയ തുടക്കമാണ്, അതും കൂടുതൽ വലിയ നിരയിൽ. അതിൽ ആളുകൾ നിന്റെ കളി കാണണം, നിന്നെ അംഗീകരിക്കണം. എന്നിട്ട് മതിയോ ഇത് എന്ന കാര്യം നീ തന്നെയാണ് ആലോചിക്കേണ്ടത്. പ്രഷർ എടുത്ത് തലയിൽ വെക്കണോ എന്ന് നീ തന്നെ തീരുമാനിക്കണം. അച്ഛന്റെ വാക്കുകൾ ശരിയാണ് എന്ന് വീനസിനും തോന്നിയിരുന്നു. തന്റെ പഴയ കളിയുടെ പേരിൽ തന്നെ ആരും ജഡ്ജ് ചെയ്യണ്ട, തനിക്ക് ഓഫറുകൾ വരണ്ടെന്നും വരാൻ പോകുന്ന തന്റെ കഴിവുകൾ കണ്ട് കളികൾ കണ്ട ആളുകൾ തനിക്ക് ഓഫേഴ്സുമായി വന്നാൽ മതി എന്ന കാര്യം അവളും തീരുമാനിച്ചു. അങ്ങനെ ആ വലിയ ദിവസം വന്നെത്തി. വീനസിന്റെ പ്രൊഫഷണൽ മാച്ചിന്റെ ആദ്യത്തെ ദിവസം ഷോൺ സ്റ്റഫോർഡിനെതിരെയായിരുന്നു അവൾ ആദ്യമായി പൊരുതാനിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ വീനസ് കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. മകളുടെ അവസ്ഥ കണ്ട് റിച്ചാർഡ് അടക്കം മകൾ ഈ മത്സരത്തിൽ വിജയിക്കണമെന്ന രീതിയിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആവുന്നുണ്ടോ എന്ന് സംശയിക്കുക പോലും ചെയ്തു. മകളോട് റിച്ചാർഡ് പറഞ്ഞു, സമാധാനമായിട്ടിരിക്കണം. മത്സരത്തിന്റെ ഫലത്തെപ്പറ്റി നീ കെയർ ചെയ്യുകയേ വേണ്ട. കളിക്കുക എന്നത് മാത്രമാണ് പ്രധാനം. വിജയം മറ്റൊന്നു മാത്രമാണ്. ഈ മത്സരങ്ങൾ അത്രയും എക്സ്പീരിയൻസ് ആയി മാത്രം എടുത്താൽ മതി. അച്ഛന്റെ വാക്കുകൾ വീനസിന്റെ മനസ്സിൽ ശാന്തത കൊടുത്തിരുന്നു. വളരെയധികം കാമായി അവൾ മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിനിറങ്ങി. അന്നത്തെ മത്സരം അവസാനിച്ചപ്പോൾ വീനസ് ആയിരുന്നു വിജയക്കൊടി പാറിച്ചത്. വീനസിന്റെ വിജയം വളരെ പെട്ടെന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി. നഗരത്തിലെ ടെന്നീസുമായി ബന്ധപ്പെട്ട സംസാര വിഷയമായി അവൾ മാറുകയും ചെയ്തു. വീനസിന്റെ മാതാപിതാക്കളും കോച്ചുമടക്കം ഏറെ അഭിമാനിച്ചിരുന്നു. വീനസിന്റെ വിജയത്തോടെ നെയ്ക്കി അവരുടെ ഓഫർ ഒന്നുകൂടി പരിഷ്കരിച്ച് $4 മില്യൺ എന്ന ഓഫറുമായി വന്നു. റിക്ക് ആ ഓഫർ എടുക്കുമെന്ന് റിച്ചാർഡിനോടും വീനസിനോടും കുടുംബത്തോടും പറഞ്ഞു. വീനസിനോട് റിച്ചാർഡും കുടുംബവും അഭിപ്രായം ചോദിച്ചപ്പോൾ അത് വേണ്ടെന്നായിരുന്നു
എന്നായിരുന്നു അവൾ പറഞ്ഞ മറുപടി. തന്റെ കഴിവിലും വളർച്ചയിലും അവൾക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അന്ന് റിച്ചാർഡ് ഒരു കാഴ്ച കണ്ടു. ടെന്നീസ് കോർട്ടിലേക്ക് നോക്കി സെറീന നിൽക്കുന്ന കാഴ്ച. വീനസ് മത്സരത്തിനിറങ്ങി വിജയിച്ചു. സെറീനയ്ക്ക് അത്തരമൊരു അവസരം കിട്ടിയില്ല. അതിൽ സെറീന ദുഃഖിതയായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് മകളെ ആശ്വസിപ്പിക്കാനായിരുന്നു റിച്ചാർഡ് ചെന്നത്. അന്ന് മകൾ സെറീനയോട് റിച്ചാർഡ് പറഞ്ഞു, ഭാവിയിൽ ലോകമറിയുന്ന ഏറ്റവും വലിയൊരു ടെന്നീസ് പ്ലെയറായി നീ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സെറീനയ്ക്കും അത് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകിയിരുന്നു. അങ്ങനെ വീനസിന്റെ അടുത്ത മാച്ച് എത്തി. ഒരു അണ്ടർഡോഗായി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മികച്ച പ്ലെയറായ അരാൻസ സാഞ്ചസ് വിക്കാരിയോക്കെതിരെ അവൾ മത്സരിച്ചു. തുടക്കമൊക്കെ മികച്ച രീതിയിലായിരുന്നു. വീനസ് ആദ്യത്തെ സെറ്റ് നേടി. രണ്ടാമത്തെ സെറ്റിലും വീനസിനായിരുന്നു ലീഡുണ്ടായിരുന്നത്. അപ്പോഴാണ് സാഞ്ചസ് ഒരു വലിയ ബാത്റൂം ബ്രേക്ക് എടുക്കുന്നത്. കളിയിലെ ഒരു ചതി പോലായിരുന്നു അത്. അതോടെ കൂടുതൽ റെസ്റ്റ് എടുത്തു വന്ന സാഞ്ചസ് കൂടുതൽ കരുത്തോടെ പൊരുതി. അന്ന് സാഞ്ചസ് വിക്കാരിയോ ആയിരുന്നു ആ മത്സരത്തിൽ വിജയിച്ചത്. വീനസ് ആകെ തകർന്നു പോയിരുന്നു. പക്ഷേ അച്ഛൻ റിച്ചാർഡും ബ്രാൻഡിയും മകളെ സമാധാനിപ്പിച്ചു. നീ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും കളിയിൽ ഒരു ചതിയും നീ ചെയ്തിട്ടില്ല എന്നവർ അവളോടായി പറഞ്ഞു. അത്രയും വലിയ പ്ലെയറിനെതിരെ നീ മികച്ച മത്സരം കാഴ്ചവെച്ചില്ലേ എന്ന് പറഞ്ഞ് അവരവളെ സമാധാനിപ്പിച്ചു. അന്നവർ അവിടെ നിന്ന് സ്റ്റേഡിയം വിട്ട് പുറത്തിറങ്ങുമ്പോൾ വീനസിന്റെ ആരാധകരായി മാറിയ ഒരു വലിയ സംഘം വീനസിനെ കാണുവാൻ തടിച്ചുകൂടി നിന്നിരുന്നു. വീനസ് അതിശയത്തോടെയായിരുന്നു അവരെ നോക്കിക്കണ്ടത്. റിക്ക് വന്ന സന്തോഷത്തോടെ റിച്ചാർഡിനോട് സംസാരിച്ചു. വീനസിന്റെ കഴിവുകൾ കണ്ട് കളി കണ്ട് ഒരുപാട് ഷൂ കമ്പനി സ്പോൺസർഷിപ്പുമായി എത്തിയിട്ടുണ്ട് എന്നായിരുന്നു റിക്ക് പറഞ്ഞത്. വീനസ് തന്റെ കളി തുടർന്നുകൊണ്ടേയിരുന്നു. എപ്പിലോഗിൽ ഒരു കാര്യം വ്യക്തമാകുന്നു. ആ സംഭവം നടന്ന് 9 മാസത്തിനു ശേഷം റീബോക്കുമായി $12 മില്യൺ ഒരു കോൺട്രാക്ട് വീനസ് സൈൻ ചെയ്തു. തന്റെ 41-ാം വയസ്സായപ്പോഴേക്കും ടെന്നീസിലെ ഏറ്റവും വലിയൊരു മെഡലായ വിംബിൾഡൺ കപ്പ് 5 തവണയോളം അവൾ വിജയിച്ചിരുന്നു. മാത്രമല്ല ഓപ്പണറിയിൽ 1-ാം റാങ്കിലെത്തിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കനും വീനസ് ആയിരുന്നു. മറുവശത്ത് സെറീനയാകട്ടെ തന്റെ 40 വയസ്സായപ്പോഴേക്കും 23 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായി കഴിഞ്ഞിരുന്നു. അവളുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്ലേയേഴ്സിന്റെ പേരിലേക്ക് അവളുടെ പേരും കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു. റിച്ചാർഡിന്റെയും മക്കളുടെയും കഥ പറഞ്ഞ ഏറെ രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമന്റുകൾ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.